ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡെക്സ് നമ്പർ സൂചക സംഖ്യ എത്രയായിരിക്കും? നമ്മൾ ഓൾറെഡി മാത്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 ഡയമെൻഷണൽ പ്ലെയിനിലുള്ള ദ്വിമാന തലത്തിലുള്ള ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ, ആ ഒരു ബിന്ദുവിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതിൻ്റെ എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബിന്ദുവിന്റെ, ആ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യ, ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണെന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ജിയോമെട്രിക് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ജിയോജിബ്ര എന്ന് പറയുന്നത്. ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും നമുക്കൊരു പോയിന്റിന്റെ സൂചക സംഖ്യ, ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും നമുക്ക് ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു പോയിന്റിന്റെ ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് എടുക്കാം. ജിയോജിബ്രയാണ്. ഇതാണ് നമ്മുടെ ജിയോജിബ്രയുടെ ലോഗോ. ജിയോജിബ്ര എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജിയോജിബ്ര ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വലുതായിട്ട് മാക്സിമൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലുതായിട്ട്, അതായത് മാക്സിമൈസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ തന്നെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇനി എനിക്ക് ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം, ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. അതിനുവേണ്ടി നമുക്കിവിടെ മുകളിൽ ഇവിടെ പോയിന്റ് എന്ന് പറയുന്ന ഒരു ടൂള് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഞാനിപ്പോൾ ഇത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ഒരു പോയിന്റ് വന്നത് കാണും. ഒരു ബിന്ദു അവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താലോ, അവിടെയും വേറെ ഒരു ബിന്ദു, ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റിന്റെ സൂചക സംഖ്യ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചെറിയ വിൻഡോനെയാണ് നമ്മൾ ഓൾജിബ്ര വ്യൂ എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ഓൾജിബ്ര വ്യൂ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കീബോർഡിൻ്റെ അകത്തുള്ള കൺട്രോള് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എ എന്ന കീ പ്രസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൾജിബ്ര വ്യൂ ഇങ്ങോട്ടേക്ക് വന്നോളും. അതല്ലാതെ വേറെ ഒരു മാർഗം കൂടി ഉണ്ട്. അഥവാ ഇതിവിടെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂവിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾജിബ്ര എന്ന് കാണാം. അത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഈ ഒരു വിൻഡോ ഇങ്ങോട്ടേക്ക് വന്നോളും. ജസ്റ്റ് കാണിച്ചു തന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പോയിന്റ്, ഒരു ബിന്ദു അടയാളപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ നോക്കി. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പ്രവർത്തനമാണ്. അതായത് എ ബി ഇങ്ങനെ 2 പോയിന്റ് അടയാളപ്പെടുത്തും. എന്നിട്ട് അതിലൂടെ ഒരു ലൈന് നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അടുത്തതിലും ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റ് അടയാളപ്പെടുത്തണം. അതിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കണ്ടില്ലേ, 3 എക്സ് ആക്സിസിലെ 3നും ഇവിടെ വൈ ആക്സിസിലെ 2നും ഇവിടെയായിട്ടാണ്, ആ 2ന് നേരെ ഇവിടെയായിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, പോയിന്റ് എന്ന് പറയുന്ന ടൂൾ എടുക്കുക. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ സൂം ചെയ്യാം. നമ്മുടെ മൗസിലുള്ള സ്ക്രോൾ വീൽ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ സൂം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സൂം ഔട്ട് ചെയ്യാനും പറ്റും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ ഇവിടെയായിട്ട് ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തി. എ എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്തുന്ന സമയത്ത് തന്നെ, മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇവിടെ ഓൾജിബ്ര വ്യൂവിൽ എ = 3,2 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് നമ്മൾ കൊടുക്കുന്നത് ബി എന്ന് പറയുന്ന ആ ഒരു ബിന്ദു, ആ ഒരു പോയിന്റ് ഇവിടെയാണ് കൊടുക്കുന്നത്. അതായത് 1,4. അപ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും നമുക്ക് കൃത്യമായിട്ട് കിട്ടി. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലൈന് ഈ രീതിയിൽ ഇങ്ങനെ ഈ ഒരു 2 പോയിന്റിലൂടെ കടന്നു പോകുന്നത് പോലെ ഒരു ലൈന് വരക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേറെ ഒരു ടൂൾ ഉണ്ട്, ലൈൻ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ തന്നെ ലൈന്, സെഗ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ ചെറിയൊരു ട്രയാങ്കിൾ ആണ്, അത് ക്ലിക്ക് ചെയ്താൽ സെഗ്മെന്റ് ഉണ്ട്, പിന്നെ ലൈൻ ഉണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് അതിൽ ലൈനാണ്. ആ ഒരു ലൈന് തന്നെ ചൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ബിയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ ഇവിടെ എ ഉണ്ടല്ലോ, എയിലും ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത സമയത്ത് അതിലൂടെ ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഓൾജിബ്ര വ്യൂവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ x+y = 5 എന്ന് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 29 വരിക. ഓക്കെ, പേജ് നമ്പർ 29 ബിന്ദുക്കളുടെ സ്ഥാനം ഓക്കെ ഇതായിരിക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തി നമ്മളത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. a = 3,2 b = 1,4 കൃത്യമായി വന്നു.
അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനായി ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ ഉപയോഗിച്ചത്? നമ്മൾ ഏതെല്ലാം ടൂളുകളാണ് ഉപയോഗിച്ചത്? ഈ ഒരു രണ്ട് പോയിന്റ് അടയാളപ്പെടുത്താൻ നമ്മളിവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്ന ടൂളും ആ ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ആ 2 ടൂളുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. അതുകൂടാതെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. Now find the index numbers of the points you just created from the algebra view window and write them below. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിന്റെ ഇൻഡെക്സ് നമ്പർ, ഇപ്പോൾ നിർമ്മിച്ച ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ ഓൾജിബ്ര വ്യൂ ജാലകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഓൾജിബ്ര വ്യൂ വിൻഡോ ഉണ്ട്. ഇവിടെ നിന്ന് അതിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക. അതിൻ്റെ നേരെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ? ഇവിടെ മൗസ് പോയിന്റ് കൊണ്ടുപോകുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആ സൂചക സംഖ്യ നമുക്ക് കാണാം. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിന്റെ സൂചക സംഖ്യ 3,2 ബിൻ്റെത് 1,4 ആണ്. ആ ഇൻഡെക്സ് നമ്പർ കൃത്യമായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ നമ്മൾ ഓരോ പോയിന്റ് അടയാളപ്പെടുത്താനും വരകൾ വരക്കാനൊക്കെ ഓരോരോ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ഈ ടൂളുകളൊന്നും ഉപയോഗിക്കാതെ ഇൻഡെക്സ് നമ്പർ സൂചക സംഖ്യ എൻ്റർ ചെയ്തുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ്, രൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ ഇനി പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ബാർ എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് ബാർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു പോയിന്റ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇൻപുട്ട് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എ കൊടുക്കുക, ബ്രാക്കറ്റിൽ 1,2 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കൃത്യമായിട്ട് ഇതേപോലെ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ കൃത്യമായിട്ട് 1,2 ഇങ്ങനെ ഞാൻ കൊടുത്തു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടെ ശ്രദ്ധിച്ച് നോക്കുക, 1, 2 അവിടെ ഒരു പോയിന്റ് വന്നു. ആ ഒരു പോയിന്റിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഓൾജിബ്ര വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് വേറെയും 1-2 പോയിന്റുകൾ അടയാളപ്പെടുത്താം. ഇവിടെ താഴെയായിട്ട് ഇൻപുട്ട് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ബി കൊടുക്കുക, ബ്രാക്കറ്റിൽ 1,3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്ത പോയിന്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു, സി ബ്രാക്കറ്റിൽ 1,4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്തത് ഡി എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 1,5. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, സിമ്പിളാണ്. 4 പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിന്ദുക്കളെയൊക്കെ, ഈ പോയിന്റുകളൊക്കെ ചേർത്ത് വരക്കണമെങ്കിലോ, അതായത് ഈ ബിന്ദുക്കളെയൊക്കെ യോജിപ്പിച്ച് ഒരു ലൈന് വരക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ നേരെ ചെയ്യുന്നത് ഈ ലൈൻ ടൂളില്ലേ, അതിൻ്റെ ഇവിടെയുള്ള ഒരു ട്രയാങ്കിളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെൻ്റ് ഉണ്ട്. സെഗ്മെൻ്റ് എടുത്തിട്ട് ഞാനിതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ എയിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു ലൈന് കിട്ടും. ഈ 3 പോയിന്റുകളും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ സെഗ്മെൻറ്റ് ടൂളാണ് എടുത്തത്. എന്നാൽ സെഗ്മെൻറ്റ് ടൂൾ എടുക്കാതെ നമുക്ക് ഇതിലേക്ക് സെഗ്മെന്റ് വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനായിട്ട് ഇൻപുട്ട് ബാറിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കണം, ഇവിടെ കാണുന്നത് പോലെ എസ് ക്യാപിറ്റലിൽ കൊടുത്തോ സെഗ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. സെഗ്മെന്റ് എസ് ക്യാപിറ്റലിൽ കൊടുക്കുക, EGMENT. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എയും ലാസ്റ്റത്തെ നമ്മുടെ ഡിയും ആണ്. അതുകൊണ്ട് A,D എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അമർത്തുന്നതോടെ കൃത്യമായിട്ട് എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു സെഗ്മെന്റ്, ഒരു വര കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു ലൈന് ഇതിങ്ങനെ ഇങ്ങോളം നീട്ടി അങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത് x=1 ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നീട്ടാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ബാറിൽ ആ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. സ്മോൾ ലെറ്ററിൽ x=1 എന്ന് കൊടുക്കുന്നു. സ്മോൾ ലെറ്ററിൽ x=1. എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കി, കണ്ടില്ലേ? നമ്മൾ ആ ഇക്വേഷൻ കൊടുത്തപ്പോൾ അതിന് കണക്കായിട്ടുള്ള ആ ഒരു ലൈന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇക്വേഷൻസ് ഇവിടെ കാണാം. ആ ഇക്വേഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന കൺസ്ട്രക്ഷൻസിൻ്റെ ആ ഒരു നിർമ്മിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. സമവാക്യം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന നിർമ്മിതികളുടെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ എഴുതി കൊടുക്കണം.
വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള സമവാക്യം എന്താ? y ഈക്വൽ ടു 2 ആണ്. നേരെ നമ്മൾ ജിയോജിബ്രയിലേക്ക് വരുന്നു. സാധാരണ നേരത്തെ ഓപ്പൺ ചെയ്തതുപോലെ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. താഴെ ഇൻപുട്ട് ബാർ ഉണ്ടെന്നറിയാം. ഇൻപുട്ട് ബാറിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. y ഈക്വൽ ടു 2, അത്രയേ ഉള്ളൂ. y ഈക്വൽ ടു 2 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്ത സമയത്ത് നമുക്ക് എന്താ ഇവിടെ കിട്ടിയിട്ടുള്ളത്? ശ്രദ്ധിച്ചു നോക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു നേർരേഖയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ നേർരേഖ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് സമാന്തരമാണ്, എക്സ് ആക്സിസിന് പാരലൽ ആണ്. ഈ ഒരു രേഖയിൽ ഏതൊരു പോയിന്റ് എടുത്താലും നമുക്കൊരു പോയിന്റ് എടുത്ത് നോക്കാം. പോയിന്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനിവിടെ പോയിന്റ് ടൂൾ യൂസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ എവിടെയെങ്കിലും ഒന്നൊരു പോയിന്റ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോക്കി y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. y സൂചക സംഖ്യ എപ്പോഴും 2 ആയിരിക്കും. ഇവിടെ പോയിന്റ് എടുത്താലും ഇവിടെ പോയിന്റ് എടുത്താലും അതിൻ്റെ ഒക്കെ തന്നെ y കോർഡിനേറ്റ്സ്, y സൂചക സംഖ്യ 2 ആയിരിക്കും. ഇത്രയേ ഇവിടെയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം എന്ത് ആ ഒരു ടേബിളിൽ എഴുതി വെക്കുക. എവരി പോയിന്റ് ഓൺ ദിസ് ലൈൻസ് ഹാസ് എ y കോർഡിനേറ്റ് ഓഫ് 2. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു രേഖയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വരിയിലെ ഏത് ബിന്ദുവിൻ്റെയും y സൂചക സംഖ്യ 2 ആയിരിക്കും. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇത്രയേ നമുക്കുള്ളൂ ഇവിടെ. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. വീണ്ടും നമ്മൾ ജിയോജിബ്ര എടുക്കുന്നു. താഴെ ഇൻപുട്ട് ബാറിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു വൈ. എക്സ് ഈക്വൽ ടു വൈ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പം ഇവിടെ നോക്കിയേ, ഇവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഒറിജിനിലൂടെയാണ് കടന്നു പോകുന്നത്, ആധാര ബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മാത്രമല്ല അതിൽ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്തും ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്തും എന്താ നമുക്ക് കിട്ടുന്നത്? അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. രണ്ടാമത്തെ ബി എന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തപ്പോഴും അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തുല്യമാണ്. വേറെ ഒരു പോയിന്റ് ഇവിടെ സി എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്തപ്പോഴും അതിൻ്റെ എക്സും വൈയും ഈക്വൽ ആണ്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൂടിയാണ്. അത് ഒറിജിനിലൂടെയാണ് കടന്നു പോകുന്നത്. The x and y coordinate of every point on the line are equal. This line passes through the origin 0, 0, 0,0. Okay. ഈ വരിയിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യയും വൈ സൂചക സംഖ്യയും തുല്യമായിരിക്കും. ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. അടുത്തലേക്ക് പോയിക്കൂടെ? വേഗത്തിൽ പോകാൻ പറ്റുന്നതേ ഉള്ളൂ, സമയം കളയുന്നില്ല. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ഓൾറെഡി അത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഫീച്ചർ എന്നുള്ളത്. എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ഇൻപുട്ട് ബാറിലേക്ക് വരുന്നു. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അത്രയേ വേണ്ടു. ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കാം. പോയിന്റ് മാർക്ക് ചെയ്യാൻ പോയിന്റ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ കോർഡിനേറ്റ് എടുത്ത് നോക്കുക. 8, 3. അതായത് ഈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 5 ആയിരിക്കും. നോക്കിയേ, 8, 3 അല്ലേ തന്നിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 8 കുറക്കണം 3 എത്രയാ? 5 അല്ലേ? 8 കുറക്കണം 3 5 അല്ലേ? അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. ഇനി വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സ് 6,1 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, എക്സും വൈയും അതിൻ്റെ വ്യത്യാസം നോക്കിയേ, 6 കുറക്കണം 1 എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 5 അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആയിരിക്കും. സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു ടേബിളിൽ അത് കൊടുത്തിട്ടുണ്ട്. വരിയിൽ ഏത് ബിന്ദു എടുത്താലും അതിൻ്റെ സൂചക സംഖ്യകളുടെ വ്യത്യാസം 5 ആയിരിക്കും. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് y ഈക്വൽ ടു 2x. ജിയോജിബ്ര എടുക്കുന്നു. ഇൻപുട്ട് ബാറിലേക്ക് വരുന്നു. y ഈക്വൽ ടു 2x. y ഈക്വൽ ടു 2x ഇങ്ങനെ കൊടുക്കുന്നു. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്കിത് ഒരു സ്ട്രെയിറ്റ് ലൈന് തന്നെ വന്നു. ആ സ്ട്രെയിറ്റ് ലൈന് ഒറിജിനിലൂടെയാണ് കടന്നു പോകുന്നത്, ആധാര ബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കാര്യവും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പോയിന്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടില്ലേ, 2,4 എന്നാണ് നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയായിരിക്കും.
y എന്ന് പറയുന്നത് എക്സിന്റെ ഇരട്ടി ആയിരിക്കും. അതായത് ഇവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ആണ് അല്ലേ. ആ 2ന്റെ ഇരട്ടിയല്ലേ 4, അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വേറെ ഒരു പോയിന്റ് എടുത്തു നോക്കാം. ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1,2 1ന്റെ ഇരട്ടിയല്ലേ 2, അത്രയേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അത് ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിലെവിടെ പോയിന്റ് എടുത്താലും അവിടെ നമുക്ക് അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സിന്റെ ഡബിൾ ആയിരിക്കും. ക്ലിയർ? അത് തന്നെയാണ് അവിടെ എഴുതി കൊടുക്കാനും ഉള്ളത്. y equal to 2x എന്ന് പറയുന്നത് the y coordinate is double the x coordinate for every point. This line passes through the origin. വരിയിലെ ഏത് ബിന്ദുവിന്റെയും y സൂചക സംഖ്യ x സൂചക സംഖ്യയുടെ ഇരട്ടിയായിരിക്കും. ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ക്ലിയർ അല്ലേ? 2x plus y equal to 5. 2x plus y equal to 5. താഴെ ഇൻപുട്ട് ബാറിലേക്ക് വരുന്നു. 2x പ്ലസ് y ഈക്വൽ ടു 5. അതേപോലെ ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കണം, 2x പ്ലസ് y ഈക്വൽ ടു 5. ഇപ്പോഴും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതായത് ഈ ഒരു ലൈനിൽ എവിടെ നമ്മൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയും y കോർഡിനേറ്റും തമ്മിൽ കൂട്ടിയാൽ 5 കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1 അല്ലേ, അതിൻ്റെ ഇരട്ടി എടുക്കുക. 1ന്റെ ഡബിൾ എത്രയാ? 2. ആ 2ഉം y കോർഡിനേറ്റും തമ്മിൽ കൂട്ടിയാൽ ഇവിടെ 3 അല്ലേ ഉള്ളത്, ആ 2ഉം ഇവിടെ കിട്ടുന്ന ആ ഒരു 3യും തമ്മിൽ കൂട്ടിയാൽ 5 കിട്ടും. അതാണ് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2,1 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം അവിടെ എക്സ് കോർഡിനേറ്റ്സിന്റെ ഇരട്ടി പ്ലസ് y കോർഡിനേറ്റിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടണം. എക്സ് കോർഡിനേറ്റിന്റെ ഇരട്ടി ഡബിൾ എടുക്കുക. എക്സ് കോർഡിനേറ്റ് നമുക്ക് ഇവിടെ 2 കിട്ടി, അതിന്റെ ഡബിൾ എത്രയാ? 4 അല്ലേ. 4 പ്ലസ് y കോർഡിനേറ്റ് എത്രയാ? 1 അല്ലേ. അത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ 5 അല്ലേ. അത്രയേ ഉള്ളൂ. ദ സം ഓഫ് ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് ദ y കോർഡിനേറ്റ് ഈസ് 5 ഫോർ എവരി പോയിന്റ്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. എക്സ് സൂചക സംഖ്യയുടെ ഇരട്ടിയും y സൂചക സംഖ്യയും കൂട്ടിയാൽ 5 ആയിരിക്കും. ഇത് ഒരു നേർരേഖയാണ്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് സൂചക സംഖ്യയുടെ ഇരട്ടിയും y സൂചക സംഖ്യയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. ഇതൊരു നേർരേഖ കൂടിയാണ്. ക്ലിയർ? ഇനി പുതിയൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നമ്മളോട് ചെറിയൊരു ചോദ്യം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന സമവാക്യം ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് നോക്കൂ. അപ്പോൾ ലഭിച്ച രൂപത്തിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇത് തൽക്കാലം സേവ് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ്, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഫയലിൽ സേവ് കൊടുക്കുക. നമ്മുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്യുന്നു. ഇവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് സേവ് ചെയ്യുന്നു. ഒരു പേര് കൊടുക്കുക, ജസ്റ്റ് സേവ് ചെയ്യാം. ജസ്റ്റ് സേവ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ കൊടുക്കുക. ഫയലിൽ ന്യൂ. അപ്പോൾ എനിക്ക് പുതിയൊന്ന് കിട്ടി. ഇവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യം അതൊന്ന് ചെയ്ത് നോക്കുന്നത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y എന്നുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക. സ്മോൾ ലെറ്ററിൽ y കൊടുക്കുക, ഈക്വൽ ടു എക്സും കൊടുക്കുക. ഇനി സ്ക്വയർ ആക്കണ്ടേ? സ്ക്വയർ ആക്കാൻ വെറുതെ 2 എന്ന് കൊടുക്കരുത്. നമ്മുടെ കീബോർഡിൽ തന്നെ ഈ ഒരു ചിഹ്നം ഇല്ലേ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കീബോർഡിൽ ഈ ഒരു ചിഹ്നം കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതായത് നമ്മുടെ 6 എന്ന് പറയുന്ന ആ ഒരു കീയിലാണ് നമുക്കത് കാണാൻ പറ്റുക. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു കീ പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം 2 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയർ എന്നുള്ള രീതിയിലാണ് അത് കിട്ടുക. ഞാൻ 2 പ്രസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വന്നിട്ടുണ്ട്. എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഒരു പരാബോളയാണ്. പരാബോളയാണ് ഇവിടെ കിട്ടില്ല. ആ ഒരു രൂപത്തിൻ്റെ പേര് പരാബോള എന്നാണ്. ഇൻപുട്ട് ബാറിൽ ഇങ്ങനെ ഒരു 2ാം തീയതി സമവാക്യം കൊടുത്തപ്പോൾ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൊടുത്തപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഒരു പരാബോളയാണ്. അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന സമവാക്യം ഇൻപുട്ട് ബാറിൽ നൽകി വ്യത്യസ്ത ആരങ്ങളുള്ള വൃത്തങ്ങൾ നിർമ്മിച്ചു നോക്കൂ. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളത് ഒരു വൃത്തത്തിൻ്റെ സമവാക്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആർ സ്ക്വയറിൽ ആറിൽ കൊടുക്കുന്നതാണ് നമ്മുടെ റേഡിയസ്. ഓക്കെ, ഇവിടെ 2 ആണ് ആർ സ്ക്വയർ ആയിട്ട് തന്നിട്ടുള്ളത്. 2 ആണ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്ക്വയർ 2 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആരം എത്രയായിരിക്കും? ആർ എന്ന് പറയുന്നത് √2 ആയിരിക്കും. നേരെ ഇൻപുട്ട് ബാറിലേക്ക് വരിക, എക്സ് കൊടുക്കുക,
എന്നിട്ട് സ്ക്വയർ ആക്കണം. സ്ക്വയർ ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്വയർ ഒക്കെ ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു 6 എന്ന് പറയുന്ന കീ അല്ലെ, ആ ഒരു സിമ്പിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു 6 എന്ന് പറയുന്ന ആ ഒരു കീ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് 2 കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി പ്ലസ് കീബോർഡിൽ പ്ലസ് കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ പ്ലസിൻ്റെ കീ അമർത്തിയാൽ മതി. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പ്ലസിൻ്റെ ആ ഒരു കീ അമർത്തുക. അപ്പോൾ പ്ലസ് കിട്ടി. വൈ സ്ക്വയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈ സ്ക്വയർ കൊടുക്കുക ഈക്വൽ ടു 2. എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കി. നമുക്ക് എന്താ കിട്ടിയത്? ഒരു വൃത്തം, ഒരു സർക്കിളാണ് കിട്ടിയത്. ആർ സ്ക്വയറിൻ്റെ വാല്യൂ 2 ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ആർ സ്ക്വയർ 2 ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 6 എന്ന് പറയുന്നത് √2 ആയിരിക്കും. ഇക്വേഷൻ അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഞാനിപ്പോൾ റേഡിയസ് 4 കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. റേഡിയസ് 4 കൊടുക്കുന്നു. അപ്പോൾ 4 ആണ്, ഞാൻ 6ന് 4 കൊടുക്കുന്നതെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? റേഡിയസ് 4 ഉള്ള, റേഡിയസ് 4 ഉള്ള ഒരു വൃത്തം വരയ്ക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ 4 സ്ക്വയർ എത്ര വരും? 16. ജസ്റ്റ് നമുക്ക് അതേപോലെ ടൈപ്പ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16. എൻ്റർ പ്രസ് ചെയ്ത് നോക്കി. കണ്ടില്ലേ? 0 ഉണ്ട്, 1 2 3 4. ഇവിടെ 4 ആണ് ഇവിടെയുള്ള റേഡിയസ് അഥവാ ആരം. ആ ഒരു റേഡിയസിലുള്ള ഒരു സർക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ആവശ്യം പോലെ സേവ് ചെയ്തിട്ട് വെക്കാം. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഇനിയുള്ള വീഡിയോകളിലൂടെ നമുക്ക് ഇതിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ശാസ്ത്ര പഠനം കമ്പ്യൂട്ടറിലൂടെ, ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ചാപ്റ്ററിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ദർശൻ സൈനിങ് ഓഫ് ഫ്രം ക്രാഷ് മെൻസ്.